ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിനെ നൈസായി ഒഴിവാക്കി എന്ന് പറഞ്ഞ ഡേവിഡ് അടിമാലി പാസ്റ്റർക്ക്, അതായത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ നൈസായിട്ട് ഒഴിവാക്കിയെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് എനിക്ക് തോന്നുന്നു JCNDയിൽ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ പരാമർശിച്ചിരുന്നു, അത് വ്യക്തിയല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം പറയുന്നു അതിനെ ഒരു വ്യക്തി എന്ന രീതിയിൽ നൈസായിട്ട് ഞാനതിനെ ഉപേക്ഷിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാനല്ല, ഞങ്ങളുടെ സഹോദരങ്ങളും അങ്ങനെ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെയും ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. 8-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവരത്രേ എന്ന് അവിടെ പറയുന്നു. അപ്പൊ ദൈവത്തിൻ്റെ ആത്മാവ് എന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പൊ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4:30 നമ്മൾ വായിക്കുമ്പോൾ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 4:30 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. 30-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിനായി മുദ്രയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ തൃത്വക്കാർ വിചാരിക്കുന്നു ഇത് മൂന്നാമത്തെ വ്യക്തിത്വം അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ആളത്വമാണ് എന്നവര് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ അദൃശ്യ വെളിപ്പാട് അല്ലെങ്കിൽ അദൃശ്യമായ സാന്നിധ്യം എന്നോ നമുക്ക് പറയാൻ കഴിയും. അപ്പൊ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതൊരു വ്യക്തിത്വമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ മൂന്നാമത് ഒരാള് ഉണ്ട് എന്ന് നമ്മൾ പല ആളുകളും ചിന്തിക്കുന്ന ഒരു വാസ്തവം തന്നെയാണ്. യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യം, ദൈവം ആത്മാവാകുന്നു എന്നാണ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്, അല്ലെ? യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ദൈവം അദൃശ്യ ആത്മാവാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. അതായത് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മളത് കാണുന്നു. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം ദൈവത്തിൻ്റെ ആത്മാവിൽ ജനിക്കുന്നതിനെ കുറിച്ച്, അപ്പം ദൈവം വ്യക്തിയാണെന്നോ ദൈവത്തിൽ വ്യക്തിത്വങ്ങൾ ഉണ്ടെന്നോ എന്ന് ദൈവവചനം ഒരിടത്തും പറയുന്നില്ല, അല്ലെ? പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു വ്യക്തിയായിട്ട് ബൈബിൾ പറയുന്നുമില്ല, അത് പഠിപ്പിക്കുന്നുമില്ല, അല്ലെ? ആ പറയുന്നുണ്ട്, പക്ഷെ എങ്കിലും അതൊരു വ്യക്തിയാണെന്ന് പറയുന്നില്ല, അത് 3 വ്യക്തിത്വങ്ങളാണെന്ന് പറയുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു വാസ്തവം എന്ന് പറയുന്നത്. അപ്പൊ ട്രിനിറ്റിയുടെ ഉപദേശത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്, 3 പേരടങ്ങിയവരാണ് ദൈവം എന്ന് പറയുന്നത്, അല്ലെ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എന്താണ്, മൂന്ന് ഏകൻ, അതായത് 3 ഏകൻ എന്ന് പറയുമ്പോൾ 3 എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷാണ്, ഞാൻ അതുകൊണ്ട് പറയുന്നത് 3 ഏകൻ എന്നാണ്. എനിക്ക് ഈ മംഗ്ലീഷ് ചേർക്കേണ്ട കാര്യമില്ല. എന്തിനാണ് ദൈവത്തെ കളിയാക്കാൻ ഈ മംഗ്ലീഷൊക്കെ ചേർത്ത് സംസാരിക്കേണ്ട കാര്യമുണ്ട്? 3 ഏകനാണ് തൃത്വക്കാരുടെ ഏകൻ എന്ന് പറയുന്നത്. അപ്പം അവർ പറയുകയാണ്, അവിടെ ചിന്തിക്കേണ്ട കാര്യം, ബൈബിളിലെ ദൈവം ആരാണ്? ഏകനാണ് എന്നുള്ള കാര്യം മോശ പഠിപ്പിച്ചതാണ്, ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്.
അപ്പം ട്രിനിറ്റിക്കാരുടെ പഠിപ്പിക്കുക നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം ഏകനല്ല, സാരാംശത്തിന് ഏകൻ അല്ലെങ്കിൽ ത്രിയേകനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മൂന്ന് ഏകൻ എന്നുള്ള ആ അവസ്ഥ, അല്ലെ? മൂന്ന് ഏകൻ എന്നുള്ള അവസ്ഥ, സാരാംശത്തിൽ ഏകൻ, ത്രിയേകൻ എന്നീ പദങ്ങൾ നമ്മൾ നിഘണ്ടുവിലെ പോലും കാണാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായ യേശു എന്നുള്ള പേരുള്ള ആ മനുഷ്യൻ, അതായത് ദൈവമാക്കുവാനും യേശു എന്നുള്ള പേരുള്ള മനുഷ്യനെ ദൈവമാക്കുവാനും അപ്പം ഒരുങ്ങുകയാണ്. അപ്പൊ എന്താണ് അത്? രണ്ടാമത്തെ വ്യക്തിത്വമാണെന്നാണ് ട്രിനിറ്റിക്കാർ പറയുന്നത്. ആ മനുഷ്യൻ എന്താണ്? രണ്ടാമത്തെ വ്യക്തി അല്ലെങ്കിൽ ദൈവത്വമുള്ള രണ്ടാമത്തെ വ്യക്തിത്വമായിട്ടാണ് അവരതിനെ സൂചിപ്പിക്കുന്നത്, അവരതിനെ കാണുന്നത് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്, അല്ലെ? അപ്പം നമ്മൾ സുന്നകദോസിൽ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവത്തിൽ നിന്ന് വിഭിന്നമാക്കി ഏക ദൈവത്തെ എന്ത് ചെയ്യുന്നു? മനുഷ്യരെ പോലെ എന്ത് ചെയ്യുന്നു? മൂന്ന് വ്യക്തികളാക്കി തൃത്വം അവരാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു വാസ്തവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവപുത്രനായ ക്രിസ്തു, അല്ലെ, എന്നാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അപ്പൊ ദൈവപുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് സൃഷ്ടാവാണ് എന്ന് തന്നെയാണ് ദൈവവചനത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിലും എബ്രായർ ലേഖനത്തിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പം ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് നമുക്ക് കാണുമ്പോൾ ഉൽപ്പത്തിയിലെ ആദ്യ ഭാഗത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ട്, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മേലെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നെന്ന് ഉൽപ്പത്തി 1:2 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ വേദഭാഗത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? വെള്ളത്തിന്മേല് പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് അവിടെ പറയുന്നു. അപ്പൊ ദൈവം എന്താണ്? അദൃശ്യമാണ് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അപ്പൊ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്? ഒരു ദൈവം അല്ലെങ്കിൽ ഒരു വ്യക്തി സൃഷ്ടിച്ചു, അല്ലെങ്കിൽ മറ്റൊരു ദൈവ വ്യക്തി അല്ലെങ്കിൽ വെള്ളത്തിനു മീതെ പരിവർത്തിക്കുന്നു എന്നാണ് നമ്മൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. എന്താണ്? അവനിലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ കുറച്ചു മുമ്പേ വായിച്ചു. അതായത് എഫേസ്യർ 4:30 അതുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ ദൈവത്തെ ദുഃഖിപ്പിക്കരുതെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മൂന്നാമത്തെ വ്യക്തിയാണോ നമ്മൾ ചിന്തിക്കണം? മൂന്നാമത്തെ വ്യക്തിയാണോ ദുഃഖിപ്പിക്കുന്നത് എന്നുള്ളതാണോ? അങ്ങനെ യേശുക്രിസ്തുവിന്റെ പേരെന്താണ്? ദൈവം നമ്മോട് കൂടെ എന്ന പേരുള്ള ഇമ്മാനുവേൽ എന്നിടണമെന്നാണ് ആര് പറഞ്ഞത്? ദൈവദൂതൻ പറഞ്ഞത്. അപ്പൊ അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും അതൊരു മൂന്നാമത്തെ വ്യക്തിത്വമല്ല, ദൈവം തന്നെയാണ് മനുഷ്യന്റെ കൂടെ ഇരിക്കുന്നത്, അല്ലേ? ദൈവത്തിന് ഒരു മന്ദിരം വേണം, ആ മന്ദിരത്തിൽ ദൈവം വസിക്കുകയാണ്. അപ്പൊ മനുഷ്യനെ ദൈവം മന്ദിരമാക്കി അതിൽ ദൈവം എന്ത് ചെയ്യുന്നു? വസിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ആ വേല അല്ലെങ്കിൽ ആ രക്ഷണ്യ വേലയിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിക്കരുത് അല്ലെങ്കിൽ ദൈവത്തെ ദുഃഖിപ്പിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിലുള്ള വേറൊരു വ്യക്തിയെ ആണോ നമ്മൾ ദുഃഖിപ്പിക്കരുതെന്ന് ഇവിടെ പറയുന്നത്? അപ്പം ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് എന്താണ്? വിഭിന്നമായ വ്യക്തിയോ അല്ലെങ്കിൽ വിഭിന്നമായ ദൈവമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പൊ ട്രിനിറ്റി പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എന്താണ്? ദൈവത്തിൽ നിന്ന് വിഭിന്നമായ ഒരു വ്യക്തിയും ദൈവമാണെങ്കിൽ ദൈവത്തിന്റെ 7 ആത്മാവ് ദൈവത്തിൽ നിന്ന് വിഭിന്നരായ 7 വ്യക്തികളാണ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതൊരു വേറൊരു വ്യക്തിയാണെങ്കിൽ 7 ആത്മാക്കൾ എന്താകണമെന്ന് പറഞ്ഞ് 7 വ്യക്തികളായി തീരേണ്ടതായിട്ട് വരും. അപ്പൊ ദൈവത്തിൽ 7 വ്യക്തികളുണ്ടോ? അവിടെയും ട്രിനിറ്റിക്ക് തെറ്റുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വിഭിന്ന വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ വിഭിന്ന വ്യക്തിയും ദൈവവുമാണെങ്കിൽ ദൈവത്തിന്റെ അല്ലെങ്കിൽ തൃത്വത്തിലെ ഒരു വ്യക്തി എന്ന് നിങ്ങൾ പറയുന്ന പിതാവിന്റെ ആത്മാവ് പിതാവിൽ നിന്ന് വിഭിന്നമായ ഒരു വ്യക്തിയും ദൈവവുമായിരിക്കുമോ എന്നുള്ളതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം പരിശുദ്ധാത്മാവും മറ്റൊരു ദൈവമാണെന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ആ പ്രസ്താവനയിലൂടെ നമുക്ക്
മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിൽ നിന്നും വിഭിന്നമായ വ്യക്തിയും ദൈവവുമാണെങ്കിൽ എന്താണ് തൃത്വത്തിലെ മൂന്നാമത്തെ വ്യക്തി എന്ന നിങ്ങൾ പറയുന്ന യേശുക്രിസ്തുവിന്റെ ആത്മാവ് യേശുക്രിസ്തുവിൽ നിന്ന് വിഭിന്നമായ വ്യക്തിയും ദൈവവുമായിരിക്കുമെന്ന് ഫിലിപ്പിയർ 1:19. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എത്ര വ്യക്തികളും എത്ര ദൈവവും ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ നൈസായിട്ടൊന്നും ഒതുക്കിയിട്ടില്ല ഡേവിഡ് പാസ്റ്ററെ. ഞങ്ങൾക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഈ വീഡിയോയിൽ അത് ഒതുങ്ങത്തില്ലാത്തത് കൊണ്ടാണ് പൂർണ്ണമായിട്ടും പറയാത്തത്. കാരണം ദൈവം ആത്മാവാകുന്നു എന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന് പേരുള്ള ഇമ്മാനുവേൽ എന്ന പേര് അവൻ ഇടണമെന്ന് പറഞ്ഞത് അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു മൂന്നാമത്തെ വ്യക്തി അല്ല എന്നുള്ള വാസ്തവം. യേശുക്രിസ്തു അങ്ങനെ മൂന്നാമത്തെ വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടില്ല. ദൈവം ആത്മാവാകുന്നു എന്നാണ് പറയുന്നത്. ദൈവം പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് യെശയ്യാവ് പൊങ്ങിയും താഴെയും ഉള്ള സിംഹാസനത്തിൽ യഹോവ ഇരിക്കുന്നത് കണ്ടു. അവിടെ സെറാഫുകൾ അവനെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് 3 പ്രാവശ്യം വിളിച്ചത്. അല്ലാതെ 3 വ്യക്തികളെ വിളിച്ചതല്ല. ദൈവത്തെ 3 പ്രാവശ്യം അവർ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നവർ ചൊല്ലിയതാണ്. അപ്പോൾ ദൈവം പരിശുദ്ധനാണ്, ദൈവം പരിശുദ്ധനായ ആത്മാവാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോകളുമായി വീണ്ടും വരുന്നവരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.